ഇനി 2-3 മണിക്കൂർ മാത്രമായിരിക്കും മിഥുൻ്റെ ഭൗതിക ശരീരം ആൾക്കാർക്ക് കാണാൻ സാധിക്കുക. ജനങ്ങളും അധ്യാപകരും രാഷ്ട്രീയ പ്രതിനിധികളും തോളിലേറ്റി അവനെ സ്കൂളിൽ നിന്ന് യാത്രയാക്കിയാണ്. അച്ഛൻ്റെ ചിറകിലേറി സ്കൂളിലേക്ക് വന്നിരുന്ന ഒരു വിദ്യാർത്ഥി, അച്ഛൻ്റെ ബൈക്കിലേറി സ്കൂളിലേക്ക് വന്നിരുന്ന വിദ്യാർത്ഥി, നാട്ടുകാരൊന്നാകെ ആ കുഞ്ഞിനെ തോളിലേറ്റി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്, മണ്ണിലേക്ക് മടങ്ങുകയാണ്. മനസ്സുകൊണ്ടല്ല, മനസ്സറിഞ്ഞുകൊണ്ടല്ല, മനസ്സുകൊണ്ട് അവർ പോവുകയല്ല. അവർക്ക് കൊണ്ടുപോകാതിരിക്കാൻ നിർവാഹമില്ല. ആ നിർവാഹമില്ലാത്ത ഒരവസ്ഥ വരുത്തിവെച്ച വിനയാണെങ്കിൽ പോലും പക്ഷേ ആ കുഞ്ഞ് തിരിച്ച് ഈ സ്കൂളിൽ നിന്നും അന്ത്യയാത്ര തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കണ്ണ് നിറഞ്ഞ മാത്രം കണ്ണീരൊഴുക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ സാധിക്കുകയുള്ളൂ. അവന് വലിയ ആഗ്രഹമായിരുന്നു ഈ സ്കൂളിൽ പഠിക്കുക എന്നുള്ളത്. അവന് വലിയ ആഗ്രഹമായിരുന്നു ഈ തിരുമുറ്റത്ത് നിന്ന് മികച്ച ഒരു വിദ്യാർത്ഥിയായി മടങ്ങുക എന്നുള്ളത്. പക്ഷേ ഇന്ന് സാധാരണ അവൻ ഈ സ്കൂളിലേക്ക് വന്നിരുന്നത് യൂണിഫോം ധരിച്ച് ബാഗും ചോറ്റുപാത്രവും വാട്ടർ ബോട്ടിലും ഒക്കെ തന്നെയായിട്ടാണെങ്കിൽ, പക്ഷേ ഇന്നവൻ വന്നത് ചേതനയേറ്റ ശരീരമായിട്ടാണ്. ചന്ദനക്കുറി തൊട്ടി ഒരു ഉറങ്ങുന്ന മുഖവുമായി, വളരെ സൗമ്യനായി ഉറങ്ങുന്ന ഒരു മുഖവുമായി വന്ന വിദ്യാർത്ഥി ആ മിഥുൻ തിരിച്ചു മടങ്ങുകയാണ്. ഇവിടെ നിന്ന് സ്കൂളിൻ്റെ മുകളിൽ നിന്നും ഒക്കെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ തന്നെ അവന് പൂക്കൾ അർപ്പിക്കുന്നുണ്ട്, അവൻ്റെ മുകളിലേക്ക് പൂക്കൾ അർപ്പിക്കുന്നുണ്ട്. ആ യാത്രാമൊഴി നൽകുന്ന സമയത്ത് ഒരു നുള്ളു പുഷ്പമർപ്പിച്ചുകൊണ്ട് യാത്രാമൊഴി നൽകുകയാണ്. ആംബുലൻസിലേക്ക് ഭൗതിക ശരീരം കയറ്റുകയാണ്. ഇനി ഒരിക്കൽ പോലും മിഥുൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഈ സ്കൂളിലേക്ക് ഉണ്ടാവില്ല. അവൻ 1.5 മാസം മാത്രമാണ് ആ സ്കൂളിൽ പഠിച്ചത്. പക്ഷേ ആ സ്കൂളിലെ അധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക്, മറ്റ് ആൾക്കാർക്കൊക്കെ തന്നെ വലിയ സ്നേഹമുള്ളതായിരുന്നു. കാര്യം എല്ലാ കാര്യങ്ങളിലും വളരെ ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ മിഥുൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി. അതുകൊണ്ട് തന്നെ പലപ്പോഴും അധ്യാപകരോട്, അമ്മ വിദേശത്തായതുകൊണ്ട് തന്നെ അമ്മയോടെന്ന പോലെ അധ്യാപകരോട് പെരുമാറിയിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. സ്നേഹത്തോട് മാത്രം എല്ലാവരോടും. അദ്ദേഹം കണ്ണൻ പറഞ്ഞതുപോലെ അവൻ്റെ സ്കൂൾ മുറ്റത്ത് നിന്ന് വീട്ടിലേക്ക് എടുക്കുകയാണ്. അവസാനത്തെ യാത്രയാണ്. സ്കൂൾ മുറ്റത്ത് നിന്ന് വീട്ടിലേക്ക് അവസാനത്തെ യാത്രയാണ്. പുതിയ സ്കൂളായിരുന്നു, പുതിയ അധ്യയന വർഷമായിരുന്നു, പുതിയ മണമുള്ള ഉടുപ്പായിരുന്നു, പുതിയ മണമുള്ള പാഠപുസ്തകമായിരുന്നു, പുതിയ മണമുള്ള നോട്ട് ബുക്കുകളായിരുന്നു, പുതിയ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ പുതുമയുള്ള കൂട്ടുകാരായിരുന്നു. ആ പുതുമയിൽ സ്നേഹം ചാലിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതിൽ, പഠിക്കാൻ തുടങ്ങുന്നതിനിടയിൽ, NCCയിൽ ചേരാനുള്ള സ്വപ്നം കൂട്ടുകാരുമായി പങ്കുവയ്ക്കുന്നതിനിടയിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പിഴവ് കാരണം ജീവൻ നഷ്ടമാകേണ്ടി വന്ന മിഥുൻ എന്ന 13 വയസ്സുകാരൻ, 8ാം ക്ലാസ് വിദ്യാർത്ഥി, അവൻ്റെ ചേതനയേറ്റ ശരീരം ആ വിദ്യാലയ അങ്കണത്ത് നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഹൃദയം നുറുങ്ങുന്ന വേദന ഇങ്ങനെ എത്രയെത്ര തവണ നമ്മുടെ സിസ്റ്റം ഫെയിലുവർ എന്നതുകൊണ്ട് കാണണം, പങ്കുവയ്ക്കണം എന്നതാണ് ഓരോരുത്തരുടെയും മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാവുക. വലിയ പാരമ്പര്യമുള്ള സ്കൂൾ, 100 വർഷത്തോളം പഴക്കമുള്ള സ്കൂൾ, അവിടെ 10-40 വർഷമായി ഒരു വൈദ്യുതി ലൈൻ സ്കൂൾ ക്രോസ് ചെയ്ത് പോയിട്ട് എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന ചോദ്യത്തിന് ആ കാലത്തെ സാഹചര്യം അങ്ങനെയായിരിക്കാം. പക്ഷേ ഓരോ വർഷവും സെക്യൂരിറ്റി ചെക്കിൻ്റെ ഭാഗമായി, സ്കൂളിന് ഫിറ്റ്നസ് നൽകുന്നതിൻ്റെ ഭാഗമായി 100 കാര്യങ്ങൾ പരിശോധിക്കാൻ ഈ വർഷവും ഇതാ ഞങ്ങൾ ഏൽപ്പിച്ചിരുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ ആരുടെ ഭാഗത്തൊക്കെയാണ് പിഴവ്? ഇത്ര അപകടകരമായൊരു വൈദ്യുതി ലൈൻ പോകുന്നതിൻ്റെ തൊട്ട് കീഴെ ഒരു തകര ഷീറ്റിട്ട സൈക്കിൾ പാർക്കിംഗ് ഏരിയ എങ്ങനെ ഉണ്ടാക്കി? അതിന് NOC ഉണ്ടായിരുന്നോ? അതോ ഞങ്ങൾ സംഘടിതരാണ്, ഞങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട് എന്ന ഹുങ്കുകൊണ്ട് അനുമതിയില്ലെങ്കിലും അങ്ങനെ ഒന്ന് കെട്ടാം എന്നതായിരുന്നു ഉദ്ദേശിച്ചത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ മിഥുൻ്റെ മൃതദേഹം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്.